ശമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അന്ധകാരത്തിൽ നിന്നും മരണത്തിൻ്റെ നിഴലിൽ നിന്നും അവിടുന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. അവിടുന്ന് അവരുടെ ബന്ധനങ്ങൾ പൊട്ടിച്ചെറിഞ്ഞു. ശമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരിക്കൽ കൂടെ ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമൊന്ന് ഹൃദയപരമാർത്ഥം ധ്യാനിക്കാൻ. നമ്മൾ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു അന്ധകാരത്തിൻ്റെ, പാപകരമായ സാഹചര്യത്തിൻ്റെ, അല്ല പിശാച് കെട്ടിവെച്ചിരിക്കുന്ന ഏതെങ്കിലും കെട്ടുകളുടെ, ഇനിയും അല്ലെ കടബാധ്യതയുടെ, ഇനിയും പൊട്ടാത്ത കെട്ടുകൾ, ഇനി എനിക്ക് ആത്മാർത്ഥമായ സ്വാതന്ത്ര്യത്തോടെ പ്രാർത്ഥിക്കാൻ കഴിയാത്ത, എനിക്കൊരു വിടുതൽ കിട്ടാത്ത, എനിക്ക് സന്തോഷിക്കാൻ കഴിയാത്ത, എനിക്കിത് പൊട്ടിച്ചിരിക്കാൻ കഴിയാത്ത, എനിക്ക് ഒരു സന്തോഷവും ഒരു ആനന്ദവും എനിക്ക് ആസ്വദിക്കാൻ കഴിയാത്ത വിധത്തിൽ ഏതോ ഒരു മേഖല പിശാചിനെ കെട്ടിവെച്ചിട്ടുണ്ടെങ്കിൽ ആ കെട്ടുകൾ പൊട്ടിക്കാൻ ഈ വാഗ്ദാന വചനം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ തീർച്ചയായും ഈ വാഗ്ദാന വചനം എന്നിൽ മാംസം ധരിക്കുന്നത് വഴിയായി, ഈ വചനത്തിൽ ഞാൻ വിശ്വസിക്കുന്ന വഴിയായി ഈ അഭിഷേകം എന്നിൽ അങ്ങ് വളരാൻ തുടങ്ങിയാണ്. ഒരു വചനം ഞാനിങ്ങനെ വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നിൽ വളർന്ന് വികസിക്കുകയാണ്. അതുകൊണ്ട് ഈ വചനം നമ്മൾ കേൾക്കുകയും ഈ വചനത്തിന് മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിക്കുകയും ഈ വചനം എന്നിൽ മാംസം ധരിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നതോടുകൂടി ഈ അടയാളങ്ങൾ ഉണ്ടാകും. സങ്കീർത്തനങ്ങൾ 107 സങ്കീർത്തനത്തിലാണ് അതിൻ്റെ 14 വചനമാണ് നമ്മൾ ധ്യാനിച്ചത്. 107-14 വചനത്തിൻ്റെ അഭിഷേകം, സങ്കീർത്തനം 107-14 വചനത്തിൻ്റെ അഭിഷേകം എന്നിൽ മാംസം ധരിക്കുകയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ.